ഇന്ന് നമ്മൾ നിങ്ങളുടെ അടുത്ത് പുതിയൊരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ എടുക്കുന്നത് 1 കിലോ ചിക്കൻ. ഇത് കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കനാണ്. 3-4 ഗ്രാമ്പൂ, കറുവാപ്പട്ട 3 ചെറിയ പീസുകളാണ് നമ്മളിവിടെ എടുക്കുന്നത്. 2-3 ഏലക്ക, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കടുക് പൊട്ടിക്കാനായിട്ട് ചെറിയുള്ളി 2-3 എണ്ണം എടുക്കുന്നുണ്ട്, 5-6 വറ്റൽ മുളക്, കരിവേപ്പില ആവശ്യത്തിന്, 3 തക്കാളി, അരമുറി തേങ്ങ നമ്മളിവിടെ എടുക്കുന്നുണ്ട്, കടുക് 1 ടീസ്പൂൺ, പച്ചമുളക് ഇത് നമുക്ക് എരിവിന് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്, 3-4 എണ്ണം നമ്മളിവിടെ എടുക്കുന്നുണ്ട്, 3 മീഡിയം സവോള നമ്മളിവിടെ എടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ആവശ്യത്തിന് എണ്ണയും ഉപ്പും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം പാൻ ചൂടാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഇവിടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് എടുത്തു വെച്ചിരിക്കുന്ന സവോള നമുക്കിവിടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്ന് പകുതി മഞ്ഞൾപ്പൊടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയിൽ നിന്ന് 2 എണ്ണം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ നമ്മളിവിടെ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുറച്ച് വഴണ്ടു വരുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാലയിൽ നിന്ന് പകുതി ഗരം മസാല ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 1 ടീസ്പൂൺ ഗരം മസാല നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനും ഈ ഗ്രേവിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ ചിക്കൻ നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്തിനുള്ളിൽ നമുക്ക് തേങ്ങ വറുത്തരച്ച് റെഡിയാക്കി എടുക്കാം. ഇടയ്ക്ക് ഈ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ആദ്യം ഒരു പാൻ ചൂടാൻ വെക്കുക. അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് തേങ്ങ ഇവിടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തേങ്ങ കരിഞ്ഞു പോകരുത്. ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ആ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിന് നമുക്കിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. അതുമൊന്ന് ഇളക്കിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് അതുമൊന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയിൽ നിന്ന് പകുതി ചെറിയുള്ളി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ഗ്രാമ്പൂ, ഏലക്ക, കറുവാപ്പട്ട അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റായി. ഇവിടെ നമുക്ക് ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ഇവിടെ നമുക്ക് കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത്. അതിനുശേഷം ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് തിരിച്ച് തേങ്ങ പേസ്റ്റ് റെഡിയാക്കി എടുക്കുന്നതിലേക്ക് പോകാം. ഇവിടെ നമ്മുടെ തേങ്ങ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും അതുപോലെ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ. അതിനുശേഷം മല്ലിപ്പൊടിയും കൂടെ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മിക്സിക്കകത്തൊരു പേസ്റ്റാക്കി റെഡിയാക്കി എടുക്കാം. ഇത് ആറി വന്നതിന് ശേഷം വേണം നമ്മളിത് മിക്സിക്കകത്ത് അരച്ചെടുക്കാൻ. ഇനി ഇത് മിക്സിക്കകത്തേക്ക് നമുക്ക് മാറ്റാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിവിടെ വെള്ളം കൂടി ആഡ് ചെയ്ത് ഇതൊരു പേസ്റ്റാക്കി റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു പേസ്റ്റ് റെഡിയായി കഴിഞ്ഞാൽ ഈ പേസ്റ്റ് നമുക്കിനിയും നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് അടച്ച് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ നമുക്ക് കടുകൊന്ന് പൊട്ടിച്ച് ചെറിയുള്ളിയും വറ്റൽ മുളകും അതുപോലെ ആവശ്യത്തിന് കരിവേപ്പിലയും കൂടെ ഇട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇതൊരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് കറിയൊന്ന് തുറന്ന് ബാക്കിയിരിക്കുന്ന തക്കാളി ഇതുപോലെ ഒന്ന് മുറിച്ച് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ കടുക് പൊട്ടിച്ചെടുത്തതും ഇപ്പം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബണ്ണിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതായാലും നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് അടിപൊളിയാണ്. ആ തേങ്ങ അരച്ചതിൻ്റെ നല്ലൊരു ഫ്ലേവർ, ആ തേങ്ങയുടെ ക്യാരമലൈസേഷൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. എല്ലാവർക്കും വലിയൊരു നന്ദി.